നമസ്തേ. എല്ലാ പ്രാവശ്യവും പറയുന്നല്ലോ എന്നാന്നറിയോ, ഒരു കാര്യം പറഞ്ഞുതരാം. ആ വിശേഷം കൂടെ പറയാൻ തന്നെയാണ് ഞാൻ വന്നേ. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ ഇടയിലായിട്ട് കുറച്ച് ഫംഗ്ഷൻ ഒത്തിരി പോയായിരുന്നു. അന്നേരം എല്ലാവരും എന്നോട് പറയുക, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, വർത്താനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇത് തന്നെ ആനീസ് കിച്ചണിൽ പറയുന്ന പോലെ തന്നെയാണോ ഞങ്ങളോടൊക്കെ വർത്താനം പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് ചേച്ചി? അന്നേരം അവർ പറയാം, അയ്യോ അതിനകത്തൊരു വ്യത്യാസവും ഇല്ലല്ലോ, ഞങ്ങൾ വിചാരിച്ചു അതിനകത്തൊരു ഭാഷ, വെളിയിൽ പെരുപ്പത്തേന് ഒരു ഭാഷ, അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന്. സത്യം പറയാലോ, എനിക്ക് വേറൊരു ഭാഷ അറിയാനും മേല. ഈ പറഞ്ഞ പോലെ നമ്മൾ മുതിർന്നവരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേനും ഇപ്പം ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വർത്താനം പറയുന്ന പോലെ പറയുകയല്ല, അത് ശരിയാ. അത് നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ വളരും തോറും നമ്മുടെ ക്യാരക്ടറിലേക്ക് ആഡ് ഓൺ ആവുന്ന കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണല്ലോ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ നമ്മൾ എത്രയായാലും എന്താ പറയുക മോൾഡ് ചെയ്തെടുക്കുന്നത്. അന്നേരം നമുക്ക് അതിനകത്ത് വരുന്ന ആഡ് ഓൺസ് ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ ഞാൻ എന്നതാണോ എന്നുള്ളത്, ഞാൻ ഏത് ക്യാരക്ടറാണെന്നോ, ഞാൻ എന്ത് വ്യക്തിയാണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചണിനകത്ത് ഏത് ആനിയാണോ അത് തന്നെയാണെന്ന് പുറത്തും ഞാൻ ആനി. അതിനകത്ത് ഒരു വ്യത്യാസവും വരികയില്ല. ഇനി ആനി എന്നതാണെന്നുള്ളത് ഇന്നും എന്നും എപ്പോഴും ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത് ഞാൻ ഒരിക്കലും മാറുകയില്ല. അത് തന്നെയാണ് ഞാൻ. ഇത് ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, എനിക്ക് പൊതുവേ ഒരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ഫേക്ക് ആവുക എന്നുള്ളത് എനിക്ക് തന്നെ. ഇപ്പം ഈ അമ്മമാരും ചേച്ചിമാരും ഒക്കെ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുക, മേ ബി അവർ ചോദിച്ച ഏതർത്ഥത്തിലാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുക, ഒരാളോട് നമുക്കൊരു ഇമ്പ്രഷൻ നേടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നന്നാവുക എന്നതാ, നമ്മുടെ ഉള്ള സ്വഭാവം മാറ്റി വെച്ച് പെട്ടെന്ന് പോളിഷ്ഡ് ആവുക, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഒരാളുടെ ഒരു നല്ല അഭിപ്രായം കേൾക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ലിസ്റ്റിലേക്ക് കയറുക എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് ഒരു പോളിഷ്ഡ് ആയ ഒരു ക്യാരക്ടർ മാറിയിട്ടല്ല. നമ്മൾ എന്നതാണോ അത് നമ്മുടെ കർമ്മത്തിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ എന്താ പറയുക സ്വഭാവത്തിൽ നമ്മൾ നല്ലതാവുക, മനസ്സുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കുക, എപ്പോഴും എന്താ പറയുക വരുന്ന സദസ്സിലേക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് കൂടുതലൊന്നും എനിക്കറിയാൻ മേല, എനിക്ക് ചെയ്യാനൊട്ടും അറിയത്തില്ല. ഇപ്പം പറഞ്ഞ പോലെ ടെൻഷൻ കയറുകയാണെന്നേലും എനിക്ക് ഇഷ്ടമുള്ള പണി എന്നതേലും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ സറൗണ്ടിങ്സ് ഒന്നും ആരെയും മുഷിപ്പിക്കുകയില്ല, ആരോടും പ്രയാസം വരുത്തുകയില്ല, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. എനിക്ക് എന്നാണെന്നറിയാം, ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഭയങ്കര സന്തോഷമായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഭയങ്കര സന്തോഷം, നിറവ്, ഇതൊക്കെയല്ലേ ഏറ്റവും നല്ലത് ജീവിതത്തിലല്ല. പിന്നെ എന്നതാ ഏത് നേരവും എന്നാ പറയുക ഭാരം, ഇതാ പ്രാരാബ്ധം, ഇതൊക്കെ ഉള്ളതാ ജീവിതത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ പോരുന്ന ഇതിനൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് ശക്തിയും ബലവും ഒക്കെ തരുന്നില്ലേ. പിന്നെ എന്നാ ഇതിലപ്പുറം ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിനെക്കാട്ടിലും ഉള്ളത് ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നതല്ലേ എന്നല്ലേ. അതേപോലെയാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ എന്നതാണോ അത് വെച്ച് നല്ല പ്രവൃത്തിയും നല്ല സ്വഭാവവുമായിട്ട് മുന്നോട്ട് പോവുക. പറയുകയല്ലേ, പൊതുവെ പറയുമല്ലോ, നമ്മൾ ജെന്യുവിൻ ആണ്, അവളെ വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല, അത് പറയുന്നതല്ലേ നല്ലേ. അല്ലാതെ ഇവിടെ നിന്നേച്ച് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് വർത്താനം പറഞ്ഞേച്ച് അപ്പുറത്ത് നമ്മുടെ തനി സ്വഭാവം കാണിച്ചേച്ച് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആനി ഒരിക്കലും മാറുകയില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയാൻ മേല. പക്ഷെ ആനി മാറാത്തിടത്തോളം കാലം ആനി എപ്പോഴും പ്രഷറിലൂടെ ഉണ്ടാവും. നിങ്ങളും എപ്പോഴും എന്നോട് ഈ ബലം എനിക്ക് എപ്പോഴും തരണം. അതാണ് എൻ്റെ ശക്തി. ഇന്ന് ഭയങ്കര ജെന്യുവിനായിട്ട് ഒത്തിരി എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നമുക്ക് പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്നാന്നറിയോ, അടുക്കളയിൽ പോയി വല്ലതും പണിയെടുക്കണ്ടേ? ഈ ചായയും കുടിച്ച് വർത്താനവും പറഞ്ഞിരുന്നാൽ മതിയോ? ബാ, നമുക്ക് ആദ്യം പണിയെടുക്കാൻ പോകാം. വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഞാൻ പറയുന്നില്ല ഇന്ന് നോൺ വെജ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, ഓർത്തിയില്ല. വെജിറ്റേറിയൻ ചെയ്യാം, എന്താ പറയുക, കുറച്ച് സമയം വേണം. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി. പക്ഷെ എന്നാലും വെജിറ്റേറിയൻ ആരും പ്രത്യേകിച്ച് പറയുന്നില്ല ഇന്ന സാധനം വേണം എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാനും ഒക്കുകയില്ല. വരുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്നതേലും ഒക്കെ നല്ലതായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തല്ലേ ഒക്കത്തുള്ളൂ. അന്നേരം അതുകൊണ്ടായി വെജിറ്റേറിയനിലോട്ട് അധികം കൈ വെക്കാതെ. ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റേറിയനോ ഒരു നോൺ വെജ് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല, അതൊരു വിഷയമാണ്. പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്നതും ഒരു മീൻകറിയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്രാവശ്യം ഈ സീസണിൽ ഞാൻ ചെയ്തത് എനിക്കൊന്ന് കൂടുതൽ മീൻകറി ആയിരിക്കണം. എല്ലാവർക്കും ഇഷ്ടം മീൻകറിയാന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു മലബാർ ഫിഷ് കറിയാണ്. ഇനിയിപ്പം ആ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇത് എൻ്റെ ഒരു വേർഷൻ, അത്രേ ഉള്ളൂ. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഇച്ചിരി ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ട്രിവാൻഡ്രത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോട് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. മീൻകറി എപ്പോഴും വെളിച്ചെണ്ണ ചെയ്യുന്നത് ആസ്വാദ്. മീൻകറിക്കും നാടൻ വിഭവങ്ങൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചട്ടി ചൂടായി, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
എണ്ണ നല്ല ചൂടായി. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം, ഇത് സാദാ ജീരകമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇപ്രാവശ്യം ഞാൻ ഉലുവ അങ്ങ് മാറ്റി, അതിന് വരെ ഇത് രണ്ടും ഇട്ടു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, ഇതൊരിച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്നോട്ടെ. ഈ ഉള്ളിയും തക്കാളിയും ഇതുപോലെ എല്ലാ സാധനവും നന്നായിട്ട് വഴന്ന് ആ എണ്ണയോട് നല്ല ചേർന്ന് വന്നാലേ ഗ്രേവിക്ക് എപ്പോഴും തിക്നെസ് കിട്ടത്തുള്ളൂ. ചുമ്മാ വാട്ടിയെടുത്താൽ ഒക്കുകയില്ല, നല്ലതായിട്ട് വഴന്ന് വന്നാലേ പറ്റത്തുള്ളൂ. അതായത് വഴറ്റുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക, വാടിയിട്ട് അതൊന്ന് വേവുക അല്ല, ഇച്ചിരി മൊരിഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങ് ചേരണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ഇടുവാണേ. ഇതിനകത്ത് പച്ചമുളക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടുന്നുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല, സാധാ മീൻകറിയെ പോലെ. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ജീരകവും പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളൊരു ഉലുവാപ്പൊടിയോ അങ്ങനെ എന്നതേലും ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടോ, ടേസ്റ്റ് കുറയൊന്നുമില്ല, കൂടത്തേ ഉള്ളൂ. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇച്ചിരി ഒന്ന് മാറ്റി നോക്കി എന്നാ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ഉലുവ ഇടും. ഞാനത് വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം ഉലുവ ഇടാതെ ഈ ജീരകവും പെരിഞ്ജീരകവും ഒന്ന് ഇട്ട്, അത് സാധാരണഗതിയിൽ ചില മീൻകറിയിൽ ഇടാറുണ്ട്. അപ്പം നമ്മുടെ കറിയും അവരുടെ കറിയും കൂടെ മിക്സ് ചെയ്തൊരു കറിയാണ് ഇവിടെ ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയത്. ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഏട്ടൻ വലിയ കുറ്റമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പം മേടിക്കുന്നതാണെങ്കിൽ ഒരു ഇച്ചിരി ചേർത്താൽ മതിയേ, അതായത് ഒരു ടീസ്പൂണൊക്കെ മതി. മറ്റേ നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിട്ട് വഴറ്റിയെടുത്തു. എന്നാന്ന് വെച്ചാൽ ഈ മെളിയിൽ നിന്ന് മേടിക്കുന്നതിന് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു കുത്തലുണ്ട്. അത് ഈ എണ്ണയിൽ കിടന്ന് നേരത്തെ അതൊന്ന് വാടി കിട്ടിയാലേ, അതിൻ്റെ ആ മുരിഞ്ഞ് കിട്ടിയാലേ അതിൻ്റെ ആ ഒരു കുത്തൽ മാറത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറി വെച്ച് എന്താ പറയുക, ചട്ടി കാലിയാവുന്നിടം വരെ ചൊവ്വ ഇങ്ങനെ ഉണ്ടാവും. കഴിക്കുന്ന ഓരോരുത്തരും പറയും ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടെ ചേർക്കുക. നമ്മൾ ഈ പ്രാവശ്യം ഇതിനകത്ത് 2 മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരിയും ചേർക്കുന്നുണ്ട്, സാദാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ അതല്ല കാശ്മീരി മുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലാക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ പച്ചമുളക് കുറയ്ക്കുക, എരിവ് നിങ്ങളുടെ കണക്കനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ 2ഉം ചേർക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എരിവും കാണും, എന്നാൽ വലിയ എരിവും കാണുകയില്ല, നിറവും കിട്ടും. ഇതിലിപ്പോൾ ഞാൻ ഒഴിക്കാൻ പോകുന്ന തേങ്ങാപ്പാലാണേ. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടാന്ന് വിചാരിച്ചു, തേങ്ങ ഇത്രയും വില കൊടുത്ത് മേടിച്ചേച്ച് തേങ്ങ കൊത്ത് മുഴുവൻ കളയുക, പാല് മാത്രം എടുക്കുക, അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒരു നഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിക്കുവാന്നേൽ ഒരു കാര്യം ചെയ്തു. ഈ തേങ്ങ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല മഷി പോലെ, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല മഷിയായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തേച്ച് ഈ അരപ്പിനകത്തോട്ട് ചേർത്താൽ നമുക്ക് ആ നഷ്ടം, തേങ്ങ ഇത്രയും പോയല്ലോ എന്നുള്ളൊരു പ്രയാസമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ല വേറൊന്നും നമുക്ക് ഒഴിക്കാൻ ഒക്കുകയല്ല. പക്ഷേ ഞാൻ 2 ഓപ്ഷൻ പറയുക, നല്ല മഷിയായിട്ട് അരച്ച് ചേർത്താലും നല്ലയാ, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയൊക്കെ പൊളിക്കാനാണ് ഒരു ഇച്ചിരി പാട്, അതുകൊണ്ട് എളുപ്പത്തിന് നമുക്ക് സവാള എടുത്താൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ചെറിയ ഉള്ളിക്കാണ്. ഇതിപ്പോൾ എൻ്റെ അടുക്കളയിൽ ഈ പറഞ്ഞ പോലെ ഫുള്ളും ചെറിയ ഉള്ളി ഇല്ല അത്രയും എടുക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ
ഇപ്പം എല്ലായിടത്തും എപ്പോഴും ചെറിയ ഉള്ളി സ്റ്റോക്ക് കാണുകയല്ല. ഈ പറഞ്ഞ എൻ്റെ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഉള്ളി കാണുകയല്ല. അന്നേരം ഞാനും ചെയ്യുന്ന ഒരു കാര്യമായി സവാള എടുത്തേച്ച് ഒരു മീൻകറി വെക്കുമോ, അല്ലെങ്കിൽ എന്നാ പറയുക ചെറിയ ഉള്ളി വെക്കേണ്ടടുത്ത് തന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ എല്ലാം എടുക്കും, സവാള വെച്ച് ചെയ്യത്തേ ഉള്ളൂ. ഉള്ളി നല്ല വാടിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്കകത്ത് മുഴുവൻ ഈ ഉള്ളി ഇങ്ങനെ ചാറെടുക്കുമ്പോഴത്തേക്ക് കാണും. അത് വേണ്ട, അത് കാണാനൊരു രസമില്ല. ഓക്കെ, ഇപ്പോൾ ഉള്ളി നോക്കിയാൽ ഏകദേശം അങ്ങ് നല്ലോണം മൊരിഞ്ഞു. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തോട്ട് തക്കാളി ഇടുവാണേ. തക്കാളി പഴുത്ത തക്കാളിയാണ്. അതിനകത്താകുമ്പം അത് എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനകത്ത് ഇനിയിപ്പോൾ എന്താ പറയുക, നാടൻ തക്കാളി ഉണ്ട്, അല്ലാത്ത തക്കാളി ഉണ്ടെന്ന് പറയും. പക്ഷേ നമുക്കിപ്പം ഇന്നത് നാടൻ തക്കാളിക്കാണ് ടേസ്റ്റ് കൂടുതൽ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്നതല്ലേ ഇടാനൊക്കത്തുള്ളൂ. ടേസ്റ്റ് കൂടുതലിൻ്റെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതിനാന്ന് വെച്ചാൽ അത് കിട്ടുവാന്നേൽ അതിട്ടേച്ചാലും മതി. ഇനി തക്കാളി ഉണ്ടല്ലോ നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക, മാഷ് ആവുകയല്ല, ഇതൊന്ന് സോഫ്റ്റ് ആവണം. തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചേർക്കുന്നത് കുടംപുളിയല്ല, വാളംപുളിയാണ്. അതായത് നമ്മുടെ സാമ്പാറിൻ്റെ പിഴിപ്പുളി അതാണ് ചേർക്കുന്നത്. തക്കാളിയിലും പുളിയുണ്ട്. അപ്പോൾ മറ്റേത് ചേർക്കുമ്പോഴും ഒന്ന് നോക്കിയേച്ച് വേണം ചേർക്കാനേ. ഈ തീ ഒരിച്ചിരി കുറച്ച് വെച്ച് ഞാൻ പൊടിയെല്ലാം ചേർക്കാൻ പോവാം. എന്നാന്നറിയോ, ഇപ്പം അതിനകത്ത് നമ്മുടെ ചട്ടി നോക്കിയാലറിയാം നല്ല അസൽ എണ്ണയുണ്ട്. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുക. അന്നേരം ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ പൊടി ഒന്ന് വേവാനായിട്ട് ഇത് സഹായിക്കുവേ. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് സാദാ മുളക് പൊടിയാണ്. അതപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലാണ്. അന്നേരം ഞാൻ 1 സ്പൂണേ എടുത്തുള്ളൂ. ഇനി ഏതാ വേണ്ടേ, കാശ്മീരി മുളക് പൊടി. അതാകുമ്പോൾ 2 സ്പൂൺ നിറവും കിട്ടും, അതിനൊരു കൊഴുപ്പും ഉണ്ടാവും. ഇത് ശരിക്കും മറ്റേ മുളക് പൊടി ഇടുന്നതിനെക്കാട്ടി ഇച്ചിരി കൊഴുപ്പും കൂടെ ഉണ്ട് കേട്ടോ. മീൻകറിക്ക് എപ്പോഴും ഒരു ഇച്ചിരി ഉപ്പും എരിവും പുളിയും നിറവും ഇതെല്ലാം വേണം. ഇതിനകത്തോട്ട് ഒരിച്ചിരി മല്ലിപ്പൊടി, അല്ല ഇപ്പം എണ്ണ നോക്കിയേ, ആ പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് കരിഞ്ഞു പോകത്തില്ല പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട, ആ തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ധാരാളം മതിയാവും. ഇനി ഇത് ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ആ സമയത്ത് നമ്മുടെ അതേൻ്റെ പിഴിപുളിയില്ലേ അത് കുറച്ചെടുക്കുക. പുളി നോക്കിയേച്ചേ ഒഴിക്കാവുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മീൻ തിളച്ചേച്ച് നമുക്ക് തക്കാളിയുടെയും ഈ പുളി ഒഴിക്കുന്നതിൻ്റെ പുളിയെല്ലാം ഉണ്ടാവും. പിന്നെ നോക്കിയിട്ട് മീൻ തിളച്ച് അതിൽ ഉപ്പും പുളിയെല്ലാം പിടിച്ചതിന് ശേഷം പിന്നെ ചാറിൽ പുളി പോരാൻ തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒഴിച്ച് വെച്ചാൽ മതിയേ. ഇതെന്തായാലും കളയുന്നില്ല, ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാമല്ലോ. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടെ ഇടുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടില്ലേ. ഓക്കെ, നമ്മുടെ ഇട്ട പൊടിയെല്ലാം മൂത്തു, ആ മസാല മൂത്ത മണം വരുന്നുണ്ട്. ഇനി അത് ആ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇട്ടാലുള്ള ഒരു കുഴപ്പം എന്നാണെന്നറിയോ, ആ കരിച്ചോവ് വരും. ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം, അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പും പുളി എരിവ് ഇത് എല്ലാം ഇപ്പോൾ ഒന്ന് നോക്കുക. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് കുറവാന്നേൽ പുളി ഇപ്പോൾ ഒഴിക്കാം, ഉപ്പും ഇടാം. പക്ഷേ മുളക് പൊടി ചേർക്കുവാന്നേൽ
മാത്രം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് ചേർക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചച്ചോവ വരും. പച്ചച്ചോവ വന്ന് ഏത് കറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയുടെ എന്താ പറയുക, തീരുന്നിടം വരെ എല്ലാവരും കുറ്റവും പറയും, ആ കറിക്ക് ഒരു കുത്തലും ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ സമയത്ത് നോക്കാം. പക്ഷെ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുമ്പോൾ ഉണ്ടല്ലോ മീനെ പിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇതേണ്ട നമ്മൾ തേങ്ങാപ്പാൽ നല്ല അസലായിട്ട് തിളച്ചിട്ട് മീനിട്ട് വെന്താൽ മാത്രം മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് 2 ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ഈ സമയത്ത് തേങ്ങ അരച്ച് ഞാൻ പറഞ്ഞില്ലേ മഷി പോലെ ചേർക്കാവുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനിട്ട് നല്ല വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, മീനിട്ട് നല്ല വറ്റി കഴിയുമ്പോൾ 1ാം പാൽ ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 1ാം പാല് കട്ടിക്കെടുത്ത് നിറച്ച് കട്ടിക്കെടുത്തിട്ട് അതൊഴിച്ച് ആ പാലിന് വേണ്ടി മാത്രം മീൻ വേവിച്ചാലും മതി. അപ്പോൾ 3 ഓപ്ഷൻസ് ആയേ. ഇതിലേതാ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ വേണ്ട നമ്മുടെ മീൻകറി നല്ല വെട്ടി തിളച്ചു. ഇനി ഞാൻ എന്താ മീൻ ഇടുക. ഈ മീൻകറി പിന്നെ ഏത് മീൻ കിട്ടിയാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ദശകട്ടിയുള്ള എല്ലാ മീനുകളും ചെയ്യാം. മീൻ ഇട്ട പുറകെ കുറച്ച് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇളക്കുകയില്ല. ഓക്കെ, ഞാൻ മീൻ ഇട്ടു. അതിനെ ഒന്ന് ഇളക്കി ആ ചാറിനകത്തോട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് വറ്റിക്കാനായി. ഇനിയിപ്പോൾ ഈ ഒരു പാല് മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്തു, തിളച്ച് വെച്ച് മീനിൻ്റെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ഇച്ചിരി സിമ്മാക്കി വെച്ചോ. അന്നേരം ആ വെള്ളത്തിൽ തന്നെ കിടന്നൊന്ന് വെന്ത് വറ്റും. നമുക്ക് അത്രയും മതിയെങ്കിൽ ഒരു നേരം എടുക്കാനുള്ളതാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 4 ഓപ്ഷൻസായി. ഇപ്പം തന്നെ 4 ഓപ്ഷൻസ് പറഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇത്രയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇനി ഇപ്പം മീൻ കറിയിലിട്ട് കൂടുതൽ പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ നോക്കുകയല്ല. ഇന്നും ആനീസ് കിച്ചണിൽ ഒരു സംഗീത ലോകമായിരിക്കും വരാൻ പോകുന്നത്. അതിനാണെന്നറിയാം, എനിക്ക് സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വരുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേഗം എൻ്റെ പണി തീർത്തേച്ച് അവരോടൊട്ട് വർത്താനം പറഞ്ഞ് 2 പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്നാ രസമല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരാൾക്കെന്നല്ല, എല്ലാവർക്കും പാട്ട് ഇഷ്ടം. പാടാനൊന്നുള്ള കഴിവൊന്നും ദൈവം തമ്പുരാൻ ഒരുപാട് തന്നില്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും ആസ്വദിക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട് അല്ലേ. ആസ്വദിക്കാതെ ഒരാൾ മനുഷ്യനും പോവുകയല്ല. അറ്റ്ലീസ്റ്റ് ഒരു ശ്രുതിയും താളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അപ്പം നമുക്കൊരു കാര്യം, നല്ലൊരു മലബാറി മീൻകറിയായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, ആദ്യം അമ്മയ്ക്ക് ഞാൻ വലിയൊരു നമസ്തേ കൊടുക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് ഫുൾ റെസ്പെക്ട് ഫസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ അഭയോട് സംസാരിക്കാൻ. ശരിക്കും അഭയനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അഭയനെ എനിക്ക് നല്ലോണം അറിയാം. ബിക്കോസ് ഒത്തിരി സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് അഭയൻ നല്ലതായിട്ട് അറിയാം. പിന്നെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആനീസ് കിച്ചനാകുമ്പോ നാച്ചുറലി ഒന്നുകൂടെ കേൾക്കാൻ തോന്നും. അതെന്തായാലും ഞങ്ങളോടൊപ്പം സഹകരിച്ചേ ഒക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഫോർമൽ ഒന്നും ആവത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അറിയോ, ആനീസ് കിച്ചനകത്ത് ഫോർമാലിറ്റീസ് ഇല്ല. ഭയങ്കര ഓപ്പൺ ആയിട്ട് വർത്താനം പറയും. ഒരു വീട്ടിൽ വന്ന കൂട്ടാ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാനിപ്പോ ഇതെന്നാന്നറിയോ പറയുന്നേ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇരുന്ന് പോളിഷ് ആയിട്ട് വർത്താനം ഒന്നും ഇല്ല ഇതിനകത്ത്. എന്നതാണോ അഭയ എന്നാന്നോ അതേപോലെ നമ്മൾ അങ്ങ് വർത്താനം പറയാം. ഓക്കെ, എന്റെ അമ്മയാണ് ഇതിനകത്ത് വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അപ്പൊ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എപ്പോഴും ആ ഒരു പ്രോഗ്രാം എപ്പോഴെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തായാലും ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അത് അഭയ തന്നെ പോകരുത്, ഞാനും വരുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നറിയോ, ഇച്ചിരി ഒരു കുശുമ്പ് വർത്താനം കൂടെ പറയട്ടെ. അഭയെക്കാട്ടും ഒരു ഇച്ചിരി കൂടുതൽ സ്നേഹം എന്നോടായിരിക്കും. അതുകൊണ്ടായിരിക്കും. അല്ല, എനിക്ക് ഭയങ്കര ഫാൻഹുഡ് ഉള്ളതാണ് ചേച്ചിയോട്. കാരണം പണ്ട് തൊട്ടേ നിങ്ങളുടെ ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. സൗന്ദര്യം ഭയങ്കര സൗന്ദര്യം. അപ്പോൾ ആ ഒരു മെയിലായിട്ടൊരു പടമില്ലേ, അതപ്പോൾ കണ്ടൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് മാലാ പാർവതി ചേച്ചിയുടെ ഒരു ഫംഗ്ഷന് ഒരു ബൊക്കെയൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ വരികയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര ഒരു വെളിച്ചമാണ് നിങ്ങൾക്ക്, ഈ സ്കിന്നിന്റെ ഒക്കെ ഒരു തെളിച്ചമൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയായിട്ട് അങ്ങനെ വന്നിട്ട് ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഞാൻ അന്ന് വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ആനി ചേച്ചിയെ കണ്ടു. അത് എനിക്ക് പേടിയാണ്, അന്ന് ചെറുതാണ് പേടി. പറഞ്ഞ പോലെ അല്ലേ, ഞാൻ എന്റെ പ്രേക്ഷകരോടൊക്കെ പറയുന്ന ഒറ്റ ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് എല്ലാരും അറിയത്തില്ലല്ലോ. ചിലപ്പോ 1 പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടാലും ചിലപ്പോൾ നമ്മൾ മറന്നുപോയിരിക്കും. അവരെപ്പോഴും നമ്മൾ നിത്യം കാണുന്നതല്ലല്ലോ. അന്നേരം ഞാൻ അവരോട് പറയും, ചിലപ്പോൾ ഞാനങ്ങ് മറന്നു പോകും നിങ്ങൾ ആരായതാ, നമ്മൾ 1 പ്രാവശ്യം മിണ്ടിയിട്ടുണ്ടായിരിക്കത്തുള്ളൂ.
പക്ഷെ ആ ഒരു ഫൊമാലിറ്റി നിങ്ങൾ നോക്കല് നേരെ വന്ന് എന്നോട് അങ്ങ് മിണ്ടിക്കോ. എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാ. എനിക്കൊന്ന് അഭയ നല്ലതായിട്ട് വർത്താനം പറയും. ഞാൻ കുഴപ്പമില്ല, ഞാൻ കൂടുതലും സൈലന്റ് ആണ്. ഇപ്പൊ ഇങ്ങനത്തെ ഇന്റർവ്യൂസിന് വരുമ്പോ നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ വർത്തമാനം പറയണം. അങ്ങനെയാണല്ലേ? എന്ന അമ്മയോട് വെച്ചിട്ട് ബാക്കി കാര്യം അമ്മ പറയോ അമ്മേ സത്യം അഭയ നല്ല വർത്താനം പറയുവോ അതോ വീട്ടിലധികം സംസാരം ഇല്ല. റിസർവ്ഡ് ആണോ? ചിലപ്പോ വഴക്കൂടാനൊക്കെ നല്ല പിടിക്കുക. വഴക്കുണ്ടാക്കാൻ അറിയാം. വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് നല്ല ബഹളം വെക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്ന് എന്തെങ്കിലും വായിച്ചോളും. അത്രേ ഉള്ളൂ. കുഞ്ഞിലെ എങ്ങനെയായിരുന്നു? ചട്ടമ്പി ആയിരുന്നോ അതോ? ചട്ടമ്പി ആയിരുന്നു. ഒരു സ്ഥലത്തേക്ക് ഇരിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ ഏത് നേരം വടി കാണുമായിരുന്നു. അലപ്പും ഉണ്ടായിരുന്നു അല്ലേ? വലുതായിട്ടില്ല, അലയ്ക്കുന്ന സ്വഭാവമല്ല. എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അത് അപ്പൊ ചെയ്യില്ല. അത് പുള്ളിയുടെ ഇഷ്ടത്തിന് വരുമ്പോ അത് ചെയ്യും അല്ലേ? ഓക്കെ. അതിനെക്കാട്ടിലും വലിയൊരു വിശേഷം പറയട്ടെ. നമ്മുടെ പ്രേമൻ ചേട്ടന്റെ ഒരു ഇതും കൂടെ ഇവിടെ ഉണ്ട് അമ്മയ്ക്ക്. അമ്മ പറഞ്ഞേ പ്രേമൻ ചേട്ടനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കുന്ന രാജുവണ്ണൻ എന്നാണ്. അപ്പൊ ഈ കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞ ആള് എന്റെ മൂന്നാമത്തെ സഹോദരനാണ്. അപ്പൊ മനസ്സിലായല്ലോ അല്ലെ? പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ അത്. ഓക്കെ. പിന്നെ പുതിയ വിശേഷമൊക്കെ പറഞ്ഞേ. വാലിബൻ റിലീസാണ്, അതാണ് എന്റെ ഏറ്റവും പുതിയ വിശേഷം. മലക്കോട്ടെ വാലിബനിൽ ഒരു പാട്ട് പാടി. ഓക്കെ. അത് നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചെലവ് അനുസരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ എന്നേലൊക്കെ ഒന്ന് കൊണ്ടുവരാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ഗേറ്റിംഗ് വരെ തോന്നത്തുള്ളൂ. പിന്നെ ആർക്കും എന്താ തോന്നാ എന്താന്ന് അറിയില്ല. അത് വളരെ മോശമായി. അറ്റ്ലീസ്റ്റ് അതൊരു അതിന്റെ ഒരു സക്സസ് കാരണം ചേച്ചി എന്റെ പടം സക്സസ് ആയി, ഇതാ ചേച്ചി ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. എന്താ ചേച്ചി എനിക്ക് ട്രീറ്റ് തരുന്നുണ്ടല്ലോ. ഓൾറെഡി ഞാൻ തരും. അതെങ്ങനെ ഇതിന്റെ മേളിലോട്ട് കിടത്ത് കമത്തണം. മനസ്സിലായിട്ടേ ഞാനിങ്ങനെ പ്രതീക്ഷയൊക്കെ നിൽക്കുമല്ലേ. അപ്പൊ എനിക്ക് ഒന്നുമില്ല. ചേച്ചി വളരെ കുഞ്ഞിലെ പോലെ, അതായത് ചേച്ചിയുടെ ഒരു ബോധമുള്ള സമയം തൊട്ട് കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ബോധമുള്ളപ്പോ തൊട്ട് കുക്ക് ചെയ്തില്ല. അതെന്താ വെച്ചാൽ കുക്കിംഗ് ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ അമ്മ മരിച്ചുപോയി. അപ്പൊ ആ സമയത്ത് അമ്മ മരിച്ചപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അമ്മയുടെ രുചികൾ എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിലുണ്ട്. ഇല്ല പക്ഷേ എനിക്ക് അമ്മയുടെ ടേസ്റ്റ് അറിയണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ അമ്മ മരിച്ചു പോകും എന്ന് വിചാരിച്ചിട്ടല്ലോ നമ്മൾ എല്ലാവരും വളരുന്നത്. ഓൾ ഓഫ് എ സഡൻ ആണ്. അപ്പൊ എന്റെ അമ്മയ്ക്ക് മേലാതെ നടക്കുവാണെങ്കിൽ അമ്മയുടെ ആ കറി ഇന്ന ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഉള്ളിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് എവിടെയെങ്കിലും കിടക്കുക ടേസ്റ്റ്. ഇത് പക്ഷെ അങ്ങനെ ഒരു സ്റ്റോറിങ് ഇല്ലായിരുന്നു എനിക്ക്. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എനിക്ക് എന്റെ അമ്മയുടെ ടേസ്റ്റ് അറിയണം. അപ്പൊ അതിനു വേണ്ടി നടക്കാന്ന് പറയില്ലേ, ഇത് ചെയ്താൽ ചിലപ്പം ഞാൻ ഇങ്ങനെ അമ്മയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ ചേച്ചിക്ക് അറിയാം അമ്മയുടെ ടേസ്റ്റ് എന്നതാണ്. ഒരമ്മയുടെ കൈപുണ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു സാധനം. ഇനിയിപ്പൊ എത്ര വലിയ ഗിഫ്റ്റ് കിട്ടിയാലും ശരി, ഒരമ്മയുടെ കൈയുടെ ഒരു ചോറുണ്ണുക എന്ന് പറയുന്നത് ഒന്നും തിന്നില്ലേലും അത് ഏറ്റവും വലിയൊരു മനസ്സും വയറും നിറയുന്ന ഒരു തൃപ്തിയാ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമായിപ്പോയി. എന്റെ അമ്മയുടെ ഒരു, പിന്നെ മിക്ക പെൺകുട്ടികളുടെ കയ്യിലും അമ്മയുടെ റെസിപ്പി ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടാവും. കല്യാണം കഴിച്ചിട്ട് പോകുമ്പോ അമ്മയുടെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ബുക്ക് എഴുതി കൊണ്ടുപോകും. അമ്മ തുറിച്ചു നോക്കുന്നു കേട്ട് പഠിക്കണേ. അപ്പൊ എനിക്ക് അത് വലിയൊരു വിഷമായിരുന്നു. ഞങ്ങള് പെൺകുട്ടികളായിട്ട് എന്റെ അമ്മയുടെ ഭക്ഷണത്തിന്റെ ഒരു റെസിപ്പി ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഞാൻ ഞങ്ങൾക്കുമാർക്ക് ഇത്ര എന്താ അങ്ങനെയില്ല. ഓഫ്കോഴ്സ് പ്രാക്ടിക്കൽ വൈസ് നോക്കുവാണെങ്കിൽ കറക്റ്റ് ആണ് അമ്മ ഇല്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്റെ ഉള്ളില് എനിക്ക് എന്റെ അമ്മയുടെ ടേസ്റ്റ് എനിക്ക് വേണം. എനിക്ക് ആ ടേസ്റ്റ് അറിയണം. എന്തുവായിരുന്നു അമ്മയുടെ ടേസ്റ്റ് എന്നുള്ളത് എനിക്ക്. അപ്പൊ അതിനെ നമ്മൾ തെരഞ്ഞു പോവാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലതായി. അവസാനം എന്നാ ചെയ്തു, കല്യാണം കഴിഞ്ഞപ്പോ ഏട്ടന്റെ അടുത്ത് വന്നു. അമ്മ എന്നെ പഠിപ്പിച്ചുവല്ല, പക്ഷെ അത് കംപ്ലീറ്റ്ലി ട്രഡീഷണലി അമ്മ മദറിലോ മൊത്തം പഠിപ്പിച്ച, ഈവൻ അരിയാൻ പോലും പഠിപ്പിച്ച അമ്മ. അപ്പൊ ഒന്നും എന്റെ ഉള്ളില്, എന്നാലും എനിക്ക് അമ്മ ഉണ്ടാക്കിയാല് ആ ടേസ്റ്റ് വരുന്നില്ല. ഇതാണോ ടേസ്റ്റ്? അപ്പൊ ഞാൻ ചേച്ചി കോട്ടയം സ്റ്റൈൽ ആയിരിക്കുമല്ലോ. അതെ, അമ്മയുടെ കംപ്ലീറ്റ് കോട്ടയം അല്ലേ. അപ്പത്തെ ഇതാണോ ടേസ്റ്റ്? അപ്പൊ ചേച്ചിക്ക് അറിയാം. അപ്പൊ അവള് പറയും അല്ലടി ഇതല്ല അമ്മയുടെ ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ നീ എന്നെ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് വല്ല ഗുണമുണ്ടായിരുന്നു. അപ്പൊ അതും ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ എന്നാ ചെയ്തു, കെ മാത്യു അമ്മച്ചിയില്ലേ, മിസസ് കെ മാത്യു അമ്മച്ചിയുടെ കുറെ റെസിപ്പീസ് ട്രൈ ചെയ്തു. കാര്യം അമ്മയും ക്രിസ്ത്യൻ, അമ്മച്ചിയും ക്രിസ്ത്യാനിയാ. അപ്പൊ ഇതിന്ന് ചിലപ്പോ ഇങ്ങനെ പരീക്ഷിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഏട്ടന് മനസ്സിലായി എനിക്ക് ഇതിനോടൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ ഇതിലേക്ക് വന്നതാ. പക്ഷെ അത് പിന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, എന്നറിയോ, ഒരമ്മയെ തേടി പോയതാ. അത്രേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ.
അപ്പയ്ക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അമ്മ അത് ഞാൻ ഇത് ഈ പറഞ്ഞ മാതിരി അമ്മ ഉണ്ടാക്കുന്ന എന്താണ് ഇഷ്ടമല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ മീൻകറിയൊക്കെ ഇപ്പൊ അമ്മ വയ്ക്കുമ്പോ കുറച്ച് ടേസ്റ്റ് മാറുന്നുണ്ട്. അത് വയസ്സായതിന്റെ അമ്മ കേൾക്കുന്നുണ്ടല്ലോ, അടുത്തിരുന്ന അമ്മ കേൾക്കുന്നേ. അത് പുള്ളിക്കാരി തന്നെ പറയാം, സമ്മതിച്ചു തരുന്നുള്ള കാര്യമാണ്. ഞാന് അങ്ങനെ മീൻകറിയൊന്നും വയ്ക്കാറില്ല, കാരണം ഇപ്പം വെജിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുക. വെജിറ്റേറിയൻ ആയിക്കോട്ടെ. മാത്രമല്ല ആ ഒരു എന്താ പറയാ, ഞങ്ങളാണ് ഇപ്പൊ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും പെങ്ങളാണെങ്കിലും അധികം കുക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളാണ്. അപ്പൊ ആ ഒരു കൈവഴക്കം പോയതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അടുക്കള കയറുന്നില്ല. അതെ, നാച്ചുറൽ. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ എന്താണ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടമാണ്. അമ്മ നാടൻ വിഭവങ്ങളോട് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ? മീൻകറി. പക്ഷെ ഞങ്ങൾ മറ്റത് ടേസ്റ്റ് ഉണ്ടാക്കുമ്പോ അതിനും ഏറ്റവും കൂടുതൽ ആരാധിക അമ്മ തന്നെയാണ്. ഞങ്ങൾ ഈ പാസ്ത അതുപോലത്തുള്ള ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ഇറ്റാലിയൻ പാസ്തയും അങ്ങനെ പിന്നെ എന്താ പറയാ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. അമ്മ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാ ക്യൂസിൻസും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നല്ലൊരു പ്ലസ് പോയിന്റ് ആട്ടോ. ഈ പറഞ്ഞ പോലെ എല്ലാ അമ്മമാരും ആ ഒരു ഇല്ല എനിക്കില്ല, എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഫുഡിന്റെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, അന്നേരത്തേക്കും ആരെങ്കിലും ഇതൊന്നും നമുക്കൊന്നും പറ്റുകയല്ല, നമുക്ക് വല്ല ദോശ ഇഡലിയോ ഇല്ല അങ്ങനെ പറയാറില്ല. അമ്മനെ കൊണ്ട് ഇപ്പൊ ഒരു കോഫി ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ ട്രൈ ചെയ്യും. നല്ല കാര്യല്ലേ? അതായത് അപ്പൊ ഇങ്ങനെ ഒരു അമ്മ കൂടെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് എല്ലായിടവും പോയി ഒന്നില്ലേ. ചില അമ്മമാര് പറയും കോഫി ഷോപ്പിൽ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ പോയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോരും. പക്ഷെ ഈ അമ്മ പെൺപിള്ളേരുടെ കൂടെ അടിച്ചു പൊളിക്കാൻ നല്ലൊരു അമ്മ. അതെ, ഞങ്ങളോട് അടിച്ചു പൊളിക്കാൻ രസമാണ്. പിന്നെ അമ്മയ്ക്ക് കുറെ അടിച്ചു പൊളിച്ച് കഴിയുമ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ അത് സ്വയം തോന്നുക, ഞാൻ ഇത്തിരി എവിടെങ്കിലും ഇത്തിരി ലൂസായി പോയോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പുറകോട്ട് വലിക്കും, പിന്നെയും ഞങ്ങൾ പുഷ് ചെയ്ത് കൊണ്ടുവരണം. ഇറ്റ്സ് ഓക്കെ. അങ്ങനെയല്ല ഞാൻ വളർന്നത്. അതുകൊണ്ട് ഈ 4 സഹോദരന്മാരുണ്ട്, അവരുടെ കീഴിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്ന ഒരു കാര്യം. ചെറുപ്പം എൻ്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, സംസ്കൃതവും മലയാളവും അധ്യാപകനായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു, പാട്ട് ടീച്ചറായിരുന്നു. ARൽ അമ്മയ്ക്ക് ജോലി കിട്ടിയിരുന്നു, പക്ഷെ അച്ഛൻ വിട്ടില്ല. പഴയ നാടക നടിയായിരുന്നു, നാടക നടി പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അഗസ്റ്റിൻ ജോസഫ് സാർ, യേശുദാസ് സാറിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ ഇങ്ങനെ അവർക്ക് പണ്ട് നാടക കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഇവരുടെ ഒരു മധ്യ വയസ്സിൽ ജനിച്ച കുട്ടിയാണ് ഞാൻ. ഏറ്റവും ഇളയ കുട്ടിയാണ്. അപ്പൊ എനിക്ക് മുമ്പുള്ളവരൊക്കെ അതാണ് പുള്ളിക്കാരിക്കുള്ള ഏറ്റവും വലിയ പുള്ളിക്കാരിയുടെ പൊട്ടും എന്താ പറയാ വലിയ മക്കളുടെ അവരുടെ മക്കളെയൊക്കെ സാധാരണ ചെറിയ കൊച്ചാവുമ്പത്തേക്ക് പക്ഷെ അമ്മയ്ക്ക് ഇത് ആദ്യമായിട്ട് പാമ്പർ ചെയ്തില്ല എന്നുള്ളത് അമ്മയുടെ പാമ്പർ ചെയ്തിട്ടുണ്ടോ? അതെ ഉണ്ട്, അതുണ്ട്. പക്ഷേ പിന്നെ എന്റെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് 2 വയസ്സാണ്. മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് 2 വയസ്സ്, എനിക്ക് ഓർമ്മയില്ല ആ സമയം ഒന്നും. അപ്പൊ ആ കുട്ടി, ആ ചേച്ചിക്ക് കുട്ടി വന്നു. അപ്പൊ അത് ഫ്രണ്ട്സാ, ഇപ്പോഴും ഫ്രണ്ട്സാ. അവിടെ ശരിക്കും സ്ഥാനം വെച്ച് നോക്കുവാണെങ്കിൽ കുഞ്ഞമ്മ എന്ന് വിളിക്കുമെങ്കിൽ അവളെ എല്ലാ കാര്യങ്ങളും ഞങ്ങള് ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതിനൊരു രസമുണ്ട്. ഞാന് BA കഴിഞ്ഞിട്ട് നഴ്സറി ട്രെയിനിങ്ങിന് ഇവിടെ ഗവൺമെന്റ് നഴ്സറി സ്കൂളിൽ ഇവിടെ കോട്ടൺ ഹില്ലിൽ എൻ്റെ കൂടെ വന്നപ്പോൾ രക്ഷകർത്താക്കൾ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവളെ ചേച്ചിയുടെ മോളാണ് രശ്മി. അതാരായത് എന്ന് വെച്ച് അപ്പൊ എന്നെ ക്ലാസ് തന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നിട്ട് കുഞ്ഞമ്മ പറയണം ഇതെന്റെ ചേച്ചിയാണെന്ന് പറയാം. ഇതെന്റെ ചേച്ചി, ചിലപ്പോ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ നഴ്സറിയിലായപ്പോ പിന്നെ MA ചെയ്തു. മ്യൂസിക് ആയിരുന്നു. ഭയങ്കര സപ്പോർട്ട്, വെരി സപ്പോർട്ടീവ് ആയിരുന്നു, വളരെയധികം സപ്പോർട്ട്. അച്ഛൻ ദൂരദർശനിലായിരുന്നു, ട്രിവാൻഡ്രം ദൂരദർശൻ. അപ്പോൾ അവിടെ പല പ്രോഗ്രാംസും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ അമ്മനെ കൊണ്ടുപോയി. പിന്നെ അവിടെയുള്ള ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള ഗ്രേഡഡ് ആർട്ടിസ്റ്റ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യായിരുന്നു. MA കഴിഞ്ഞതിന് ശേഷം ഡോക്ടറേറ്റിന് അങ്ങനെയൊക്കെ ഇപ്പൊ തന്നെ നോക്കൂ, മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും എനിക്ക് എന്നെ ARൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകുമായിരുന്നു. ആ മൈക്ക് നെയ്യാറ്റിങ്കര ബാസിദേവ് സാറ് എനിക്ക് മടിയിൽ ഇങ്ങനെ വലിയ വയറ് മടിയിൽ ഇങ്ങനെ മൈക്ക് വച്ച് തന്നിട്ട് അദ്ദേഹം
ഇരുന്ന് ഇപ്പുറത്ത് പിടിച്ചു വന്നു പാടാൻ വേണ്ടി. ഇരിക്കാൻ വയ്യ തറയില്. അതെ, വയറും വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര സ്നേഹമായിരുന്നു അവർക്കൊക്കെ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തെ പ്രസവിച്ചു. പക്ഷെ മോക്ക് അമ്മയുടെ ആഗ്രഹമായിരുന്നു മോക്ക് ഇങ്ങനെ പാട്ടെല്ലാം പഠിപ്പിക്കണം എന്ന്? ഞാൻ അഭയോട് ചോദിച്ചില്ല, ഞാനത് ഇടപെടും. കാര്യം എന്താ പറയുക, ഇവരെയൊക്കെ ബഹളം വെച്ചിട്ടാണ് ഞാൻ പാട്ടിന് പോയത്. കാരണം ഇവർക്ക് ഈ അമ്മ പാട്ട് എന്റെ അമ്മയ്ക്ക് ഞാൻ പാടണം, ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ എന്നെ ചേർക്കണം, എല്ലാം അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു. ആ പാട് എന്റെ അമ്മയ്ക്ക്. അങ്ങനെ അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് ഞാൻ ചേർന്ന് പഠിച്ചു പാസ്സായി. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നു പറഞ്ഞത്. അത് ശരിക്കും അപ്പൊ എന്തുകൊണ്ടാ അമ്മ വന്ന ആ ഒരു പ്രയാസങ്ങൾ കണ്ടുകൊണ്ടാണോ മോളോട് അത് വേണ്ട? അല്ല, അങ്ങനെയല്ല. നമ്മളെങ്ങനെ പാട്ട് പഠിച്ചു, അതിനൊരു ചാൻസ്, ഒരു അവസരം പാട്ടെന്നുള്ള കാര്യം വീട്ടിലിരുന്ന് പോകും. ഞങ്ങളുടെ ആ കാലഘട്ടത്തില് അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്തുള്ള ഗുമ്മ എപ്പോഴും എന്താ പറയാ, ചിത്ര, സുജാത, അരുന്ധതി ആ കാലഘട്ടത്തിൽ വന്നവരാ. അല്ല, അതൊരു കുറ്റമായിട്ട് പറയല്ല. പക്ഷേ എവ്രിവൺ വാസ് ആ സൗണ്ടുകളിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പൊ വരുമ്പോഴാണല്ലോ കാലഘട്ടത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പല പല പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്, നല്ല കാര്യമാണ്. അത് പിന്നെ അമ്മേനെ അധികം അറിഞ്ഞു കാണില്ല. അങ്ങനെ നമുക്ക് മീഡിയ വൈസോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി നല്ലതായിട്ട് വേണം. സോഷ്യൽ മീഡിയയുടെ ഒരു ഇപ്പത്തെ ഉള്ള പോലെ ഒട്ടുമില്ല. ഇപ്പൊ ഉണ്ട്. അമ്മയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അമ്മ ഭയങ്കര ഫാൻസ് കൂടുതൽ. എവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയോട് അന്വേഷണം പറഞ്ഞേക്കണേന്ന് പറയാറ്. തീർച്ചയായിട്ടും. കാര്യം അമ്മേനെ ഇപ്പൊ നല്ലതായിട്ട് അറിയുന്നുണ്ട് എല്ലാരും അല്ലെ. ഇനിയിപ്പൊ അഭയുടെ അമ്മ അല്ല, മോളാണല്ലേ അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷം കൂടുതലും. കാരണം നല്ല മ്യൂസീഷ്യനാണ്. അപ്പൊ പിന്നെ എങ്ങനെ അഭയ മ്യൂസിക്കിലേക്ക് വന്ന? അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു? ഇല്ല, താല്പര്യമില്ല. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഗ്രാൻഡ് മദറാണ് എന്നെ തുടങ്ങിച്ചത് പാട്ടൊക്കെ പാടി. അപ്പൊ ഞാൻ പറയാം, വേണ്ട വേണ്ട, അവള് വേറെ ഏതെങ്കിലും എടുത്ത് ഇല്ല മക്കളെ, അവള് നന്നായിട്ട് പാടും, നീ അവളെ പാട്ട് പഠിപ്പിക്കേ. ആദ്യം അമ്മ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ അമ്മ പഠിപ്പിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു മോള് പഠിച്ചേലേ? ഇപ്പൊ അഭിമാനം തോന്നിയോ? അത് ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ തെറ്റായി പോയെന്ന് തോന്നിയോ, അവളെ പഠിപ്പിക്കണ്ടെന്ന് വിചാരിച്ചത്? അതുകൊണ്ട് ഇപ്പൊ ഉണ്ട്. ഞാന് ശ്രമിച്ചിരുന്നെങ്കിൽ അത് ശരിക്കും അമ്മയ്ക്ക് ആ ഒരു റിഗ്രറ്റ്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് എന്താ പറയാ, ഒരു അഭിമാനം ഉണ്ടല്ലോ. ഐ മീൻ എന്താ അറിയോ, അവൾക്ക് അത് തലയിലെടുത്തോണ്ട് ഇതിലേക്ക് പോയിട്ടും തിരിച്ചതിൽ തന്നെ വന്നു. എവിടെയൊക്കെ പോയാലും നമ്മുടെ ഒരു ഡെസ്റ്റിനി ഉണ്ടല്ലോ, അവിടെ തന്നെ ആ ഡെസ്റ്റിനി എഴുതപ്പെട്ടതല്ലേ. അത് പിന്നെ അത് മാറാനൊക്കത്തില്ല ഏത് വഴി. ഇപ്പൊ അമ്മ എതിർത്താലും കൊള്ളാം, ആരെതിർത്താലും കൊള്ളാം. പിന്നെ ഞാനൊന്ന് ചിരിച്ചു ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും അഭിനയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഭക്ഷണം എടുത്തു തരാം. Annie's Kitchen. Let's cook with love.